ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു റാൻഡം ഷോപ്പിംഗ് വ്ലോഗാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. പക്ഷേ വീട്ടിലെ സാധനങ്ങളൊക്കെ അത്യാവശ്യം തീർന്നിരിക്കുന്നു. അപ്പം എനിക്ക് നല്ല മടിയാണ് കേട്ടോ ഇപ്പോൾ പുറത്തിറങ്ങാൻ. വിൻ്റർ സീസൺ കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പുറത്തിറങ്ങാൻ. പക്ഷേ ഇന്ന് അതൊന്നും ഞാൻ വക വെക്കാതെ ഒരു ധൈര്യം സംഭരിച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. കാരണം സാധനങ്ങളൊക്കെ ഒരുവിധം തീർന്നിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ എന്തെങ്കിലും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതുകൊണ്ട് സമയം കളയാതെ ഞാൻ പോവട്ടെ. ഇപ്പം സമയം ഏതാണ്ട് 2-2:30 ആയി കേട്ടോ. അപ്പം ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും. സോ ലെറ്റ്സ് ഗോ. ഞാൻ വേഗം നടക്കുകയാണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ ഒട്ടുമിക്ക ഷോപ്സും 5 മണിയാകുമ്പം അടയ്ക്കും. വലിയ വലിയ മോൾസ് പോലത്തെ ഷോപ്സ് മാത്രമേ തുറന്നു വെക്കൂ. അതുകൊണ്ട് എനിക്ക് വേഗം പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ റൗസിൽ ടൗൺ സെൻറ്ററിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരമുണ്ട്. നടന്നാണ് ഞാൻ പോകുന്നത്. പിന്നെ ഈ വഴിയൊക്കെ ഞാൻ എൻ്റെ മിക്ക വ്ളോഗ്സിലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. നല്ല രസമാണ് ഇതിലേ കൂടെ നടന്നു പോകാൻ. പക്ഷെ സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല ഭാരമായിരിക്കും. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, പാമ്പൊക്കെ ഉണ്ട്. ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ പാമ്പുകളൊക്കെ ഉണ്ട്. എന്താണെന്നറിയത്തില്ല, ഈ അടുത്തിടെയായിട്ട് ഭയങ്കര മടിയാണ്. പുറത്തിറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഈവൻ മോർണിംഗ് വാക്ക് പോലും ഞാൻ കണ്ടിന്യൂസ്ലി പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്രാവശ്യം സ്വയം ഒന്ന് തീരുമാനമെടുത്തു, ഇങ്ങനെ വെറുതെ അകത്ത് കുത്തിയിരുന്നിട്ട് കാര്യമില്ല, പുറത്തിറങ്ങിയേ പറ്റൂ. അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ്. ഇതാണ് റൗസിൽ ടൗൺ സെൻറ്റർ. എന്തിനും ഏതിനും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കേട്ടോ. പിന്നെ ഈ സമയത്ത് നല്ല തിരക്കായിരിക്കും. കാരണം ഓഫീസും സ്കൂളും കോളേജും ഒക്കെ വിടുന്നൊരു സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് കഫേസിലും റെസ്റ്റോറൻറ്റ്സിലും അല്ലാത്ത ഷോപ്പിങ്ങിനും ഒക്കെ വരും കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഒരു 5-6 മണിയാകുമ്പം അടയ്ക്കും. പിന്നെ കോൾസ്, വൂൾവേർട്സ് അങ്ങനത്തെ വലിയ വലിയ ഷോപ്പുകൾ മാത്രമേ തുറന്നു വെക്കാറുള്ളൂ. ഞാൻ ആദ്യം പോയത് ഈ കാണുന്ന ഫാമേഴ്സ് ലാൻഡ് എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ്. ഇവിടെ കിട്ടാത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇല്ല. എക്സോട്ടിക് ഫ്രൂട്ട്സും ഇവിടുത്തെ ലോക്കലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ. ഇതൊരു ഏഷ്യൻ കടയാണേ. അതുകൊണ്ട് ചില സമയത്ത് മറ്റ് കോൾസ്, വൂളീസ് പോലത്തെ വലിയ വലിയ കടകളിൽ കിട്ടാത്ത നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇവിടുന്ന് കിട്ടാറുണ്ട്. പക്ഷേ ഇത് ഒരു 6 മണിയാകുമ്പം അടയ്ക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ പ്രൈസ് പൊതുവേ മറ്റ് കടകളായ കോൾസ്, വൂൾവേർട്സിനെക്കാളും കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഓസ്ട്രേലിയൻ ഗ്രേപ്സ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഭയങ്കര മധുരമാണ് കേട്ടോ. ഞാൻ ഇത് വാങ്ങിയില്ല ഇപ്രാവശ്യം, കാരണം ഓൾറെഡി കുറേ ഫ്രൂട്ട്സ് വീട്ടിലിരിപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ കറിവേപ്പിലയാണ്. ഇത്രയും ഒരു സിപ്പ് ലോക്കറിൽ കിട്ടുന്നതിന് $3 ആൻഡ് എത്രയോ സെൻറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ കാണുന്ന ഗാർലിക് തൊലി ചെത്തി കിട്ടും, അത് ഞാൻ വാങ്ങും കേട്ടോ. അത് കുറേ നാളിരിക്കും. പിന്നെ ഇതൊക്കെ ഞാൻ ഇതുവരെ കാണാത്ത വെജിറ്റബിൾസൊക്കെ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും ഞാൻ വാങ്ങാറില്ല, കാരണം ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ ഇവിടെ. സോ പിന്നെ വേസ്റ്റായി പോകത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും വാങ്ങിച്ച് വെക്കാറില്ല. പിന്നെ ഈ ഒരു വെജിറ്റബിൾ ഉണ്ടോ, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി കേട്ടോ. ഷൂട്ട് ചെയ്യാനും മറന്നുപോയി. പിന്നെ ഞാനിത് ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ചൈനീസ് ലോട്ടസ് റൂട്ടാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കടയിൽ ഞാൻ കാണാത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് ഏതൊക്കെയോ യാംസാണ്, നമ്മുടെ ടപ്പിയൊക്കെയാണെന്ന് തോന്നുക ഇരിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ പാവയ്ക്ക കേട്ടോ, ഇന്ത്യൻ പാവയ്ക്കയാണേ. വെണ്ടയ്ക്കനെ ഒക്ര എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഒക്രയ്ക്ക് ഇവിടെ 1 kgക്ക് $19 ആയിരുന്നു കാണിച്ചത്. ഭയങ്കര വിലയാണ് ഒക്രയ്ക്ക് ഇവിടെ പൊതുവേ. പിന്നെ ഇത് നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ, അതാണ്. ഒരിക്കൽ ഞാനിത് വാങ്ങിയിട്ട് കാമെഴുക്കോട്ടിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഇത് ബ്രിഞ്ചോൾ. ഇങ്ങനത്തെ ബ്രിഞ്ചോൾ ഞാൻ കോൾസിൽ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ എഗ് പ്ലാന്റ്സും പിന്നെ നീളത്തിലുള്ള ബ്രിഞ്ചോൾസാണ് കൂടുതലും കിട്ടാറുള്ളത്.
പിന്നെ ഇത് കണ്ടോ ഗൈസ്, ചക്ക. ഇത് ഞാൻ മറ്റു കടകളിൽ ഒരിക്കലും കണ്ടിട്ടില്ല, ഈ ഒരു കടയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് വയലറ്റ് ക്യാബേജ് ആണേ. പിന്നെ ഇത് വിൻ്റർ മെലൺ ആണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആയിരിക്കണം. $2.99 ആണ് ഇത്രയും വലുതിന് തന്നെ കാണിച്ചത്. ഞാനൊക്കെ ഇത് വാങ്ങിച്ച് വെച്ചാൽ ഒരു വർഷത്തോളം നിൽക്കും. പിന്നെ ഇത് നമ്മുടെ റൂട്ട്സ് സെക്ഷൻസ് ആണ് കേട്ടോ. പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, സവോളയുടെ 2 വെറൈറ്റീസ്, ഗാർലിക്ക്, അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്ന സ്ഥലം. പിന്നെ ഇത് കണ്ടോ, ഈ ജിഞ്ചർ എന്ത് വലുതാണെന്ന് നോക്കിക്കേ. പിന്നെ ഈ ഒരു സെക്ഷനിൽ കുക്കീസൊക്കെയാണ് കേട്ടോ, കുക്കീസ്, ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ കിട്ടും. പിന്നെ അച്ചാർ സെക്ഷൻസ് ഉണ്ട്. ഇത് കൂടുതലും ചൈനീസിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. ചൈനീസാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത്. ഞാൻ ഈ അച്ചാർ സെക്ഷനിൽ ഇതുവരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ അച്ചാർ ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം നല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ എക്ലെയർസിൻ്റെ ചോക്ലേറ്റ്. എനിക്കിത് കണ്ടപ്പം നൊസ്റ്റടിച്ചു. പിന്നെ ഇവിടെ ഫ്രോസൺ ചപ്പാത്തീസും റോട്ടീസ്, പറാട്ടാസ്, പൊറോട്ട, അപ്പോൾ അതൊക്കെയുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം 30 പൊറോട്ടാസൊക്കെ ഒരു പാക്കറ്റിൽ കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു ഫ്രോസൺ ഏരിയയിലുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഇന്ത്യൻസിൻ്റെ റൈസാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ബാസ്മതി റൈസ്, അല്ലാത്ത റൈസ് ഒക്കെ. പിന്നെ നമ്മുടെ നാട്ടിൽ റൈസ് കിട്ടണമെങ്കിൽ ഇന്ത്യൻ ഷോപ്പിൽ തന്നെ പോകണം. ചുമന്നരി ഉണ്ടല്ലോ, അതിന് ഇന്ത്യൻ ഷോപ്പിൽ തന്നെ പോയാലേ കിട്ടും കേട്ടോ. ബാസ്മതി പിന്നെ മിക്ക ഏഷ്യൻ ഷോപ്സിലും കോൾസിലും വൂൾവേർട്സിലും ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, നല്ല സ്പൈസി നൂഡിൽസൊക്കെ ഭയങ്കര എരിയാണ്. ഞങ്ങൾ ഒരു ദിവസം വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ എരിഞ്ഞൊരു പരുവമായിപ്പോയി, അത്രയ്ക്കും ഇതായിരുന്നു. പിന്നെ ഇത് നമ്മുടെ കാടമുട്ട. ഇതൊക്കെ ഞാൻ ശരിക്കും ഈ കടയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ, മറ്റു കടകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് ആക്ച്വലി കുറച്ച് ഐറ്റംസ് മാത്രം മതിയായിരുന്നു. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുൾ കട ഇങ്ങനെ ഷൂട്ട് ചെയ്തത്. ഞാൻ ആകെ ഈ ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അവിടുത്തെ ബില്ല് ചെയ്തിട്ട് ഞാൻ നേരെ കോൾസിലേക്കാണ് പോയത്. കാരണം പാലും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ്. പൊതുവെ വില കുറവാണ് ഇവിടെ. കോൾസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ. പിന്നെ ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കും അവർ കൂടുതലും വെക്കാറുള്ളത്. ഇപ്പം ഓറഞ്ച്, മാൻഡറിൻസിൻ്റെയൊക്കെ സീസണാണ്, അതുകൊണ്ട് അതൊക്കെ നല്ല വില കുറഞ്ഞിരിക്കും. ബെറീസിൻ്റെയും സീസണായിട്ട് വരുന്നതേ ഉള്ളൂ. നമ്മുടെ സ്ട്രോബെറി, ബ്ലൂബെറി ഒക്കെ ഉണ്ടല്ലോ. ഇത് കണ്ടോ, ഇവിടുത്തെ നാരങ്ങയ്ക്ക് $5.50 ഒരു kgക്ക്. അതേസമയം ഞാൻ ഫാമേഴ്സ് ലാൻഡിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് $2 പിന്നെ എത്രയോ സെൻറ്റ് മാത്രമാണ് കേട്ടോ ആയത്. അതുകൊണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എന്തുകൊണ്ടും ലാഭം അവിടുന്ന് വാങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾസിലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേത് പെട്ടെന്ന് ചീത്തയാവും. പെട്ടെന്ന് ഉപയോഗിക്കാമെങ്കിൽ അതായിരിക്കും ബെറ്റർ. പിന്നെ കോൾസിൽ കയറിയാലും ഞാൻ ഈ അയലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന എൻ്റെ ഒരു ഹോബിയാണ്. ചുമ്മാ വാങ്ങിക്കാനൊന്നുമല്ല, ഇങ്ങനെ നോക്കി നടന്ന് അഥവാ എന്തെങ്കിലും കണ്ടിഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. പിന്നെ ഈ ഒരു സെക്ഷനിൽ ക്യാൻഡീസും നട്ട്സും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. റോസ്റ്റഡ് ബദാംസും സോൾട്ടഡ് ബദാംസും കാഷ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെയാണ്. നമുക്ക് വേണ്ടുന്നത് അത്രയും സ്കൂപ്പ് ചെയ്ത് ഒരു സിപ്പ് ലോക്കർ ബാഗ് ഉണ്ട് അവിടെ, അതിൽ ഇട്ടിട്ട് ഇതേപോലെ വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റിനനുസരിച്ച് അവരൊരു പ്രൈസ് ടാഗ് ചെയ്യും. അത് ബില്ലിംഗ് ഏരിയയിൽ കൊണ്ടുപോയാൽ മതിയേ. ഞാനിപ്പം കാണിക്കുന്നത് കോൾസിലുള്ള ഇന്ത്യൻ സെക്ഷനാണ്. ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്നതായിട്ടുള്ള ലിറ്റിൽ ഹാർട്ട്സ്, ടൈഗർ ബിസ്ക്കറ്റ്, പാർലി ജി, ബോർബോൺ അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബനാന ചിപ്സും ജാക്ക് ഫ്രൂട്ട് ചിപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യുമ്പോൾ, നമ്മുടെ നാട്ടിലെ സ്നാക്സ് മിസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കാണ് ഓടി വരുന്നത്. പിന്നെ കുർക്കുറെ ഉണ്ടല്ലോ, മസാല മഞ്ച് കുർക്കുറെ, അതുമൊക്കെ ഉണ്ട് കേട്ടോ.
ഈ ഒരു സെക്ഷനിൽ ദോശ ഇഡ്ലി മാവ്, പനീർ, ദഹി അതൊക്കെയാണ് കിട്ടാറുള്ളത്. പിന്നെ ചപ്പാത്തി, ഫ്രോസൺ സമോസാസ്, ഫ്രോസൺ പൊറോട്ടാസ് അങ്ങനെ എല്ലാം കിട്ടാറുണ്ട്. പിന്നെ ദേ ഇത് കണ്ടോ, പാരഷൂട്ടിൻ്റെ ഓയിൽ, നല്ലെണ്ണ അതൊക്കെ കിട്ടാറുണ്ട്. പിന്നെ കോൾസിലും ബാസ്മതി റൈസ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കൂടുതലും ഇന്ത്യൻ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ആയിരിക്കും വെക്കാറുള്ളത്. ആക്ച്വലി ഇല്ല, ഞാനിവിടെ വന്ന സമയത്ത് ഇത്രയും പ്രോഡക്റ്റ്സ് ഞാനിവിടെ കണ്ടിരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് അവരിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് ഇന്ത്യൻ അച്ചാറുകളാണ് കേട്ടോ. ഞാൻ ഇതുവരെ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടില്ല, കാരണം പൊതുവേ ഞാനൊരു അച്ചാർ ഫാനല്ല. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ എനിക്ക് കൂടുതലും ഇഷ്ടം. പിന്നെ ഇവിടെ അതാണ്ട് പുളിയും കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ പയർ വർഗ്ഗങ്ങൾ, പിന്നെ നമ്മുടെ മസാലാസ്, ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, അത് ഇത് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ ബട്ടർ വാങ്ങാനാണ് വന്നത്. ഇവിടുത്തെ കോൾസിൻ്റെ ബ്രാൻഡാകുമ്പോൾ കുറച്ച് വില കുറഞ്ഞായിരിക്കും കിട്ടുന്നത്. അപ്പം ഞാൻ മിക്കപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കോൾസിൻ്റെ ബ്രാൻഡ് തന്നെയാണ് വാങ്ങാറ്. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. ബ്രാൻഡ് വേറെ ആവുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൈസും കൂടി വരും. എപ്പോഴും താഴത്തെ സെക്ഷനിലായിരിക്കും വില കുറഞ്ഞ ഐറ്റംസ് ഇവർ വെക്കാറുള്ളത്. ഒരുപാട് വെറൈറ്റി ഓഫ് ബട്ടേഴ്സ് ഉണ്ട് കേട്ടോ. സോൾട്ടഡ്, അൺസോൾട്ടഡ്, ഫ്ലേവേഡ്, എന്ത് വേണ്ട പല ബ്രാൻഡ്, അങ്ങനെയൊക്കെ ഒരുപാട്. കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ നോക്കി എടുക്കാറുള്ളത്. പിന്നെ നമുക്ക് അയൽ ഗൈഡ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് എവിടാണ് ഏത് അയിലാണെന്നും പറഞ്ഞിങ്ങനെ തപ്പി നടക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഓട്സ് വേണമെങ്കിൽ അയൽ നമ്പർ 2 പോയാൽ മതി, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഈ കോക്കനട്ടാണ് കേട്ടോ വാങ്ങാറ്. അല്ലാതെ തേങ്ങ വാങ്ങി പൊട്ടിച്ച് തിരുമ്മി സമയം കളയുന്നതിലും എന്തുകൊണ്ടും നല്ലത് ഷ്രെഡഡ് കോക്കനട്ട് വാങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരം വാങ്ങുന്നതാണ് ഈ ഒരു കോൾസിൻ്റെ ബ്രാൻഡായ ഷ്രെഡഡ് കോക്കനട്ട്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഞാൻ തിരിച്ചിറങ്ങി. ഞാൻ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലേ, പക്ഷെ ഒരു ഗുണവും ഇല്ല, മൈക്ക് കണക്റ്റഡ് അല്ലായിരുന്നു. ഇതെനിക്ക് എപ്പോഴും സംഭവിക്കുന്നതാണ്, കാരണം പുതിയതായിട്ട് കിട്ടിയതാണ് മൈക്ക്. അപ്പം ഞാൻ എപ്പോഴും അത് കണക്റ്റ് ചെയ്യാനങ്ങ് മറന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങുകയാണ്. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് എനിക്കെന്തോ ഒരു ഗുഡ് ഫീലിംഗ് ആണ് കേട്ടോ തോന്നിയത്. അപ്പം വീട്ടിനുള്ളിലിരിക്കുന്നതിലും എപ്പോഴും നല്ലത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യത്തിനായെങ്കിലും പുറത്തിറങ്ങുക എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത്രയൊക്കെയുള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം see you in my next vlog. Till then, ta-ta!